അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ 2024-25 അധ്യയന വർഷത്തെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഖീദ വിഷയത്തിൽ നിന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മോഡൽ ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. നമുക്ക് ഓരോ പ്രവർത്തനം നോക്കാം. ഒന്ന്, യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ നിന്നും താഴത്തേക്ക് എഴുതിയെടുത്ത് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അഖീദ വിഷയം 100 മാർക്കിനാണ് നടത്തപ്പെടുന്നത്. കുറഞ്ഞത് 30 മാർക്കെങ്കിലും കിട്ടിയാലുള്ളൂ പൊതുപരീക്ഷയിൽ ജയിക്കുള്ളൂ എല്ലാ വിഷയത്തിലും. ചോദ്യം 1, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ്. പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിന് പറയുന്ന പേരെന്താണ്? ഇജ്മാഅ്. ബ്രാക്കറ്റിൽ കാണാം. 2, ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ്. അവർക്ക് യാതൊരുവിധ ഭയം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. അങ്ങനെ ഖുർആൻ പറഞ്ഞത് ആരാണ്? അത് ഔലിയാക്കളാണ്. 3, ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് പറയപ്പെടും. അതിന് പറയപ്പെടുന്ന പേര് ബ്രാക്കറ്റിൽ റിദ്ദത്ത് എന്നാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. റിദ്ദത്തിൻ്റെ അർത്ഥം ചോദിക്കട്ടോ, അപ്പോൾ അത് എഴുതേണ്ടി വരും. ഈ റിദ്ദത്ത്, ബിദ്അത്ത്, അതുപോലെ ഇബാദത്ത്, ഷിർക്ക്, തൗഹീദ്, തൗബ അഖ്ലാഖിലാണ് പറയുന്നത് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം. 4, അവർ നക്ഷത്ര തുല്യരാണ്. ആരെ പറ്റിയാണ് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവർ നക്ഷത്ര തുല്യരാണെന്ന്? അത് സ്വഹാബാക്കളാണ്. സ്വഹാബത്ത് എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ. 5, ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഡാഷ്. ആരാണ്? ശൈത്താന്മാർ, അല്ലെങ്കിൽ പിശാചുക്കൾ എന്ന് പറയും. ചിലപ്പോൾ പൂരിപ്പിക്കാൻ ഈ 5ാമത്തെ വരി വരാം. ജിന്നുകളിൽ നിന്നും വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്താന്മാർ. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാനുള്ളതാണ്. 1, 2 ഇനം ബിദ്അത്തുകൾ. ഏതൊക്കെയാണ്? ബിദ്അത്ത് 2 വിധമുണ്ട്. ഏതൊക്കെയാണ് ബിദ്അത്ത്? 1, ബിദ്അത്തു ലലാല, പിഴച്ച ബിദ്അത്ത്. 2, ബിദ്അത്ത് ഹസന, നല്ല ബിദ്അത്ത്. ഈ ബിദ്അത്തിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. അനാചാരം എന്നാണ് അർത്ഥം. 2, ഖൽബുൽ ഖുർആൻ. ഖുർആനിൻ്റെ ഖൽബ്, ഹൃദയം എന്നറിയപ്പെടുന്നത് ഏത് സൂറത്താണത്? സൂറത്തു യാസീൻ. അത് അഖീദയിലെ 9ാമത്തെ പാഠത്തിലാണ് പറയുന്നത്, അവസാന ഭാഗത്ത്, ഇജാസുൽ ഖുർആൻ എന്നുള്ള പാഠത്തിൽ. അപ്പോൾ അതിൽ ഇതേപോലെ ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. തൗഹീദിൻ്റെ സൂറത്ത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. മുഅവ്വിദത്തൈനി ഏതാണെന്ന് ചോദിക്കും. അത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസുമാണ് മുഅവ്വിദത്തൈനി. അതുപോലെ തന്നെ സൂറത്തു തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആൻ്റെ 1/3 ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാ സൂറത്ത്? സൂറത്തു തൗഹീദ്, അതായത് ഇഖ്ലാസാണ്. അങ്ങനെയുള്ളതൊക്കെ പഠിക്കുക. 3, ഷിർക്ക്. എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ആരാധനക്ക് മറ്റൊരു ദൈവമുണ്ടെന്ന വിശ്വാസത്തിനാണെന്ന് പറയാം ഷിർക്ക് എന്ന് പറയാം. ബഹുദൈവ വിശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം, ഷിർക്ക്. 4, നഹാവന്തിൽ മുസ്ലിം നായകനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മദീന പള്ളിയിലെ മിമ്പറിൽ നിന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് മുസ്ലിം സൈന്യത്തിൻ്റെ നായകനോട് പറഞ്ഞത്? യാ സാരിയ അൽ ജബൽ അൽ ജബൽ. സാരിയ, ജബൽ ജബൽ, മലയുടെ പർവ്വതത്തിൻ്റെ ഭാഗം ശ്രദ്ധിക്കുമെന്ന് പറയുന്നത്. 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്ന സ്വഹാബികളുടെ എണ്ണം. അത് 2 തവണ പറയുന്നുണ്ട് നമ്മുടെ ബുക്കിൽ. ഒന്ന് അഖീദയിൽ പറയുന്നുണ്ട്, പിന്നെ ഒന്ന് താരീഖിലും പറയുന്നുണ്ട്. നബി തങ്ങളുടെ വഫാത്തിൻ്റെ ആ സമയത്ത് പറയുന്നുണ്ട്.
നബി തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്ത് 1,00,000-ൽ പരം സ്വഹാബികളുണ്ട്. ഇനി അടുത്ത പ്രവർത്തനമാണ് ശരി അടയാളപ്പെടുത്താം. ശരി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഒന്ന്, നൈൽ നദിക്ക് കത്തെഴുതി. ആരാണ് നൈൽ നദിക്ക് കത്തെഴുതിയത്? ഓപ്ഷൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശരിയായ ഓപ്ഷൻ രണ്ടാമത്തേതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് കത്തെഴുതിയത്. 2, ആദ്യം ഇറങ്ങിയ ആയത്തുള്ള സൂറത്ത്. ആദ്യം ഇറങ്ങിയ ആയത്തുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണോ, സൂറത്തുൽ ബഖറയാണോ, അതുപോലെ സൂറത്തുൽ അലഖ്? ഏത് സൂറത്താണ്? സൂറത്തുൽ അലഖിലാണ്. ആദ്യം 5 ആയത്താണ് ഇറങ്ങിയത് സൂറത്തുൽ അലഖിലെ. അത് എവിടെ വെച്ച് ഇറങ്ങിയെന്ന് ചോദിക്കും. അതൊക്കെ എഴുതാം. ഹിറാ ഗുഹയിൽ വെച്ചാണ്. ഇനി 3, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടത്. നബി തങ്ങളുടെ ഒരു മുഅ്ജിസത്ത്, വലിയൊരു മുഅ്ജിസത്താണ്. വലുത് പറഞ്ഞാൽ വലിയ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ് ഇത് ഈ പറഞ്ഞത്. അതുപോലെ നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. അതുപോലെ പ്രധാനപ്പെട്ടതിൽ ഒന്നാണിത്, ഈ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുമെന്ന് പറഞ്ഞത്. അല്ല, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ശരിയായത്. ഇനി 4, അറബി അല്ലാത്ത ഭാഷയിൽ ജുമുഅ ഖുതുബ നിർവഹിക്കൽ. അതെന്താണ്? സുന്നത്താണോ, ബിദ്അത്തുൽ ളലാലാണോ, ബിദ്അത്തു ഹസനയാണോ? അത് ബിദ്അത്തുൽ ളലാലയാണ്. നമ്മുടെ ഫിഖ്ഹിൽ പഠിച്ചിട്ടുണ്ട്. ഖുതുബ അറബി ഭാഷയിലായിരിക്കൽ ഷർത്താണ്. അത് പുരുഷനായിരിക്കലും ഷർത്താണ്. അപ്പോൾ അറബി ഭാഷയിൽ അല്ലാതെ ഓതുക എന്നത് ബിദ്അത്തുൽ ളലാലയാണ്, പിഴച്ച ബിദ്അത്താണ്. ഈ ബിദ്അത്തുൽ ളലാലക്കും ബിദ്അത്ത് ഹസനക്കും ഈ 2 വീതം ഉദാഹരണം ഒന്ന് പഠിച്ചു വെക്കുക. ബിദ്അത്തുൽ ളലാലക്കാണെങ്കിൽ കേവലം 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ജംഉം കസറും ആക്കാമെന്നുള്ള വാദവും, അതുപോലെ തന്നെ ഖുതുബ മറ്റു ഭാഷയിലേക്ക് ആക്കിയിട്ട് വിവർത്തനം ചെയ്ത് ഓതലും എന്താണ്? ബിദ്അത്തുൽ ളലാലക്കുള്ള ഉദാഹരണമാണ്. ഇനി ബിദ്അത്ത് ഹസനയാണ് ചോദിക്കുന്നതെങ്കിൽ, നല്ല ബിദ്അത്താണെങ്കിൽ മുസ്ഹഫിലുകളെ ഹറക്കത്തുകൾ, അത് ബിദ്അത്ത് ഹസനക്കുള്ള ഉദാഹരണമാണ്. ആദ്യകാലത്ത് ഹറക്കത്ത് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അറിഞ്ഞു ഓതാൻ വേണ്ടിയാണ് ഹർക്കത്ത് കൊടുത്തത്. അതുപോലെ പള്ളിയിലെ മിനാരങ്ങൾ, യത്തീംഖാനകൾ, മദ്രസകൾ തുടങ്ങിയതൊക്കെ ബിദ്അത്തു ഹസനയിലാണ് പെടുക. മിഹ്റാബ് ഇങ്ങനെ തുടങ്ങിയതൊക്കെ. ഇനി 5, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാർ. എത്ര സ്വഹാബികളാണ് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടത് സ്വർഗം കൊണ്ട്? അത് 4 ആണോ 10 ആണോ 23 ആണോ? ശരിയായത് 10 ആണ്. അൽ ഖുറാഉൽ അശറത്തു എന്നുള്ള 10 കാരികളാണ്. ഇതല്ല, ഇവർക്ക് അശറത്തുൽ മുബശ്ശറ എന്ന് പറയാം. ഇനി അടുത്തത് പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ്. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1, അല ഇന്ന ഔലിയ അല്ലാഹി ഡാഷ് യഹ്സനൂൻ. ശരിയായത് അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കൽ നല്ലതാണ്. അർത്ഥം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് യാതൊരു ദുഃഖമോ ഭയമോ ഉണ്ടാവുകയില്ല. 2, ഇന്നാ നഹ്നു ഡാഷ് വ ഇന്നാ ഡാഷ് ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിലെ ആയത്താണ്. തീർച്ചയായും ഖുർആനെ നമ്മളാണ് ഇറക്കിയത്, അതിനെ സംരക്ഷിക്കുന്നവൻ നമ്മൾ തന്നെയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 3, മൻ സന്നഫിൽ ഇസ്ലാമി ഡാഷ് ഹസനത്തൻ ഡാഷ് വ അജുറുമൻ ഡാഷ് ബിഹ. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജുറുഹ വ അജുറുമൻ അമില ബിഹ. അടുത്ത പ്രവർത്തനം ആശയം എഴുതാം, അർത്ഥം എഴുതാം. 1, ഇന്ന ശിർക ലളുൽമുൻ അലീം. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. പാഠത്തിലെ ഈ ആയത്തിൻ്റെ ഇതിൻ്റെ നേരെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ അറബിയുടെ നേരെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അർത്ഥം.
ഇനി 2, മൻ അഹദസ ഫി അംറിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. 3, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഇതൊക്കെ പൊതുപരീക്ഷയിലെ അധികവും ആവർത്തിച്ച് വരുന്നതാണ്. 3-ാമത്തേത് അത് ഹദീസാണ്. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1, മുർത്തദ്ദായി മരണപ്പെട്ടാൽ ചെയ്യാവതല്ല എന്തെല്ലാം? ഒരാൾ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അവന് ചെയ്യാൻ പാടില്ല എന്തൊക്കെയാണത്? അവൻ്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ മുസ്ലിം ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യാനും പാടില്ല. 2, ദുആ എന്നാൽ എന്താണ്? പ്രാർത്ഥന. എന്താ പ്രാർത്ഥന പറഞ്ഞാൽ? ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണെന്ത്? ദുആ, പ്രാർത്ഥന. 3, കറാമത്ത് എന്നാൽ എന്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഇനി 4, വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ. 2 ഇമാമുകളാണ്. 1, ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ലാ. 2, ഇമാം അബു മൻസൂരിൻ മാതുരിദി റഹിമഹുല്ലാ. 5, ആരാണ് പിശാചുക്കൾ? ഉത്തരം, ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് പിശാചുക്കൾ. അവർക്ക് ശൈത്താന്മാർ എന്ന് വരും. ഇനി ചേരുംപടി ചേർക്കാം. 1, ജുമുഅയുടെ 1-ാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയാം. അനാചാരമാണെന്ന് പറയൽ എന്താണ്? അത് ബിദ്അകളാണ്, വിദഅത്തായ കാര്യമാണ്. 2, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബൂബക്കർ ബിൻ അബി ഖുഹാഫ എന്നാണ്. 2, ത്വൽഹത്തു ഡാഷ്, ത്വൽഹത്തു ഇബ്നു അബ്ദില്ല, ഉബൈദില്ല എന്നാണ് വേണ്ടത് കേട്ടോ. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, അവിടെ അബ്ദില്ല എന്ന് എഴുതിയിട്ടുള്ളത്. 4, സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അവസാനം കാണാം ഇബ്നു അബി വഖാസ്. ഇനി മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകി. അതാരാണ്? ഈസാ നബി അലൈഹിസ്സലാം. അവസാനത്തത് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. അത് പരലോക വിശ്വാസമാണ്, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിലെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. ഇതുപോലുള്ള മോഡൽ ചോദ്യങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.